നമസ്കാരം. നക്ഷത്രരാശിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ചൊവ്വാദോഷത്തെ വളരെയധികം പേടിക്കുന്നു ഹിന്ദുക്കളായ കുടുംബത്തിലെ ഓരോ വ്യക്തികളും, പ്രത്യേകിച്ച് അച്ഛനമ്മമാർ. ചൊവ്വാദോഷമുണ്ടെങ്കിൽ വിവാഹം സമയത്ത് നടക്കില്ല, ചിലപ്പോൾ വിവാഹമേ നടക്കില്ല, അല്ലെങ്കിൽ വിവാഹം കഴിച്ചാൽ തന്നെ പ്രശ്നങ്ങൾ എന്നൊക്കെയുള്ള 100 കൂട്ടം കാര്യങ്ങളാണ് അവരെ അലട്ടുന്നത്. എന്നാൽ ചിലപ്പോൾ ചിലരുടെ ജാതകം വളരെ ശുദ്ധമായിരിക്കും. അതായത് 7ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു ഗ്രഹങ്ങളും നിൽക്കാതിരിക്കുകയോ ശുഭവീക്ഷണമോ ഒക്കെ കൊണ്ട് മൊത്തത്തിൽ ഒരു ദോഷവും ഇല്ല എന്നുള്ള മട്ടിൽ ചിലരുടെ വിവാഹം അങ്ങ് നടക്കും. പക്ഷേ വിവാഹം നടന്നു കഴിഞ്ഞ് മൊത്തം പ്രശ്നങ്ങൾ. ചിലപ്പോൾ ഡൈവോഴ്സിൻ്റെ വക്കുവരെത്താൻ, ചിലപ്പോൾ ഡിവോഴ്സായി രണ്ടുപേരും രണ്ടിടത്തേക്കും മാറാം. അങ്ങനെ വരുമ്പോൾ ചോദ്യം വരും, എൻ്റെ ജാതകത്തിൽ ഒരു ദോഷവും കണ്ടില്ല എന്നാണ് ജ്യോതിഷി പറഞ്ഞത്, എന്നിട്ടും എനിക്ക് വിവാഹ ജീവിതം തൃപ്തികരമായില്ല, ഇപ്പോൾ വേർപെടുകയും ചെയ്തു. എന്താണ് കാരണം? ഇവിടെയാണ് നാം ചില കാര്യങ്ങൾ കൃത്യമായി അപഗ്രഥിക്കേണ്ടത്. ചിലപ്പോൾ ചില സ്ത്രീകളുടെ ഗ്രഹനിലയിൽ യാതൊരു ദോഷവും കാണത്തില്ല, പക്ഷേ അവർക്ക് ചില വിഷകന്യകാ ലക്ഷണങ്ങളുണ്ടാവും. വിഷകന്യകാ ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ ഒരിക്കലും വിവാഹ ജീവിതം തൃപ്തികരമായി മുന്നോട്ട് പോകാതെ ഏകയായി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. അതിന് ചില പ്രത്യേക നിബന്ധനകളുണ്ട്. ചില പ്രത്യേക ദിവസം, ചില പ്രത്യേക തിഥികളിൽ, ചില പ്രത്യേക ഗ്രഹനിലകളിൽ ജനിക്കുക എന്നതാണ്. അത് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മാത്രമേ കാണാൻ സാധിക്കൂ. അതുകൊണ്ട് വിവാഹം പൊരുത്തം നോക്കുമ്പോൾ വെറും ചൊവ്വാദോഷത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാപഗ്രഹത്തിൻ്റെ ദോഷം മാത്രം നോക്കി കണക്ക് കൂട്ടിയിട്ട് നമുക്ക് ഒരു വിവാഹ ജീവിതത്തിലേക്ക് അവരെ പറഞ്ഞുവിടാൻ സാധിക്കുകയില്ല. മറിച്ച് ഈ വിഷകന്യകാ ലക്ഷണം ഉണ്ടോ എന്നുകൂടി നോക്കണം. സൂക്ഷ്മതലത്തിൽ മാത്രമാണ് അതറിയാൻ സാധിക്കുക. ഇനി നമുക്ക് 28-ാം തീയതി മുതൽ ഫെബ്രുവരി 3 വരെയുള്ള ഒരാഴ്ച ഓരോ കൂറുകാർക്കും എങ്ങനെയാണെന്ന് നോക്കാം. മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അഷ്ടമത്തിലാണ് ചൊവ്വയുടെ, 9ാം ഭാവത്തിലാണ് അഷ്ടമാധിപനായ ചൊവ്വ സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ ശുക്രനും 7ാം ഭാവാധിപൻ 9ൽ പോയി നിൽക്കുന്നു ചൊവ്വയുടെ കൂടെ, 8ാം ഭാവാധിപൻ്റെ കൂടെ. ബുധനും അവിടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ചിന്ത തന്നെ എപ്പോഴും ഏതെങ്കിലും തരത്തിൽ ചില അസ്വാരസ്യങ്ങളോ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ ചന്ദ്രൻ തുടക്ക ദിവസങ്ങളിൽ സഞ്ചരിക്കുന്നത് 5ാം ഭാവത്തിലാണ്. 28-29 ദിവസങ്ങളിൽ സൂര്യൻ്റെ രാശിയിൽ 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 5 ചന്ദ്രൻ്റെ സഞ്ചാരം അത്ര ശുഭകരമല്ല എന്ന് പറയാറുണ്ട്. എന്നാൽ ഭാഗ്യത്തിൻ്റെ കാര്യത്തിൽ വലിയ ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം ഇവിടെ 10ാം ഭാവത്തിലാണ് സൂര്യൻ്റെ സഞ്ചാരം. 10ൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ പൊതുവെ കർമ്മമേഖല അവർക്ക് വളരെ തെളിവാർന്നു വരും. വളരെ ശക്തമായ മനസ്സോടുകൂടി പ്രതിബന്ധങ്ങളെ എതിർത്തുകൊണ്ട് തൻ്റെ കർമ്മമേഖലയിൽ വ്യാപരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ വലിയ ദോഷം കാണുന്നില്ല. മാത്രമല്ല തിങ്കളും ചൊവ്വയും, ഞായറും തിങ്കളും കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഏകദേശം 5 ദിവസങ്ങളോളം ഇവർക്ക് സാമ്പത്തികമായ നേട്ടവും അതുപോലെ തന്നെ കുടുംബത്തിലെ അസ്വാരസ്യങ്ങളൊക്കെ മാറി കുടുംബത്തിൽ ഭദ്രമായ ഒരു ജീവിതത്തിൻ്റെ സാധ്യതയും കാണുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടത് 9ാം ഭാവത്തിൽ പോയി ചൊവ്വ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ 9ാം ഭാവത്തിൽ അഷ്ടമാധിപനായ ചൊവ്വയുടെ കൂടെ 7ാം ഭാവാധിപനായ ശുക്രൻ നിൽക്കുമ്പോൾ ഇവർ ശ്രദ്ധിക്കേണ്ടത് കുടുംബത്തിലെ ചില അച്ചടക്കങ്ങളാണ്. ഒരല്പം പൊട്ടിത്തെറിയോ ഈഗോയോ ഒക്കെ ചിലപ്പോൾ വലിയൊരു വഴക്കിലേക്ക് നീങ്ങിയേക്കാം. അതുപോലെ പിതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശത കാണാം. എന്നാൽ വിദ്യാഭ്യാസ സംബന്ധമായി കുട്ടികളുടെ കാര്യങ്ങൾ, പ്രത്യേകിച്ചും വിദേശത്ത് പഠിക്കുകയോ അല്ലെങ്കിൽ ഉന്നത പഠനത്തിന് പഠിക്കുകയോ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അവർക്ക് ചില ശാരീരികമായ അവശതകൾ ഉണ്ടാകുമെങ്കിലും പഠന സംബന്ധമായ കാര്യങ്ങളിൽ വലിയ ദോഷം കാണുന്നില്ല. മറിച്ച് യാത്ര കൊണ്ട് ഇവർക്ക് ഗുണവും കാണുന്നുണ്ട്. കാൽമുട്ടുകൾക്കോ അല്ലെങ്കിൽ കാൽപാദങ്ങൾക്കോ ചെറിയ പ്രശ്നമുണ്ടാകാം. കാലിൻ്റെ ആംഗിൾ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെറിയ വേദനയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം എന്നത് മാത്രമാണ് യാത്രയെ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിക്കുന്നത്. അല്ലാതെ പൊതുവെ അതിലൊന്നും ദോഷം കാണുന്നില്ല. ഇഷ്ടപ്പെട്ട വ്യക്തിയുമൊത്ത് ജീവിക്കാനും ഇഷ്ടപ്പെട്ട വ്യക്തിയോടൊത്ത് കുറേ സമയം ചിലവഴിക്കാനും സാധിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റമുണ്ട്. പ്രണയാർത്ഥികൾക്കും ഈ ആഴ്ച ഗുണകരമാണ്, പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 30, 31, 1 ഉച്ചവരെ, 1 ഉച്ചയ്ക്ക് ശേഷവും 2ഉം 3ഉം താരതമ്യേന ഗുണമുള്ള ദിവസമാണ് മേടക്കൂറുകാർക്ക്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും 8ാം ഭാവത്തിലാണ് ശുക്രനും അതുപോലെ തന്നെ ചൊവ്വയും ബുധനും നിൽക്കുന്നു. 8ലെ ബുധൻ്റെ നില അത്ര ദോഷമല്ല, 8ലെ ശുക്രനും അത്ര ദോഷമല്ലെങ്കിലും ദാമ്പത്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. 8ൽ നിൽക്കുന്ന ചൊവ്വയും പുരുഷന്മാരാണെങ്കിൽ സ്വന്തം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, സ്ത്രീകളാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ഏതെങ്കിലും കല്ലുകടി ഉണ്ടാകുന്നതിലുമൊക്കെ നിമിത്തമാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം ചന്ദ്രൻ 4ലും
അതുപോലെ 5-ലുമാണ് 28 മുതൽ 1-ാം തീയതി ഉച്ചവരെ സഞ്ചരിക്കുന്നത്. 4-ലെയും 5-ലെയും സഞ്ചാരം അത്ര ഗുണകരമല്ല എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് മാതാവിനോ കുടുംബത്തിലോ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. ചൊവ്വയുടെ നില കൂടെ ചേർത്ത് ചിന്തിക്കണം. മാതാവിന് ദോഷം ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ കുടുംബത്തിൽ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാം. ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കലാകാം. അതല്ല എങ്കിൽ വിദേശവാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിദേശത്ത് പോകാനുള്ള അനുമതി ലഭിക്കുന്ന ഒന്നാവാം. ഒരു യാത്ര എന്തായാലും കൂടെയുള്ളവരെ വിഷമിപ്പിക്കുമല്ലോ. നല്ല കാര്യത്തിന് പോകുന്നതാണെങ്കിൽ പോലും അവരുടെ അസാന്നിധ്യത്തെ ഓർത്ത് അവർ സങ്കടപ്പെടുന്നു. അപ്പോൾ അങ്ങനെ വീട് വിട്ട് നിൽക്കാനുള്ള ഒരു അവസരം കാണുന്നുണ്ട്. മാത്രമല്ല വാഹനവുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ആഴ്ചയുടെ ആദ്യത്തെ ദിവസങ്ങളിൽ കാണുന്നു. ആഴ്ചയുടെ പ്രത്യേകിച്ചും ചൊവ്വാഴ്ച മുതൽ ഇവർക്ക് തങ്ങളുടെ കടബാധ്യതയിൽ ഒരു മാറ്റം വരുന്നുണ്ട്. ശത്രു പോലും മിത്രമായി വരുന്ന അവസ്ഥ കാണുന്നുണ്ട്. സാമ്പത്തികമായ നേട്ടം, മുടങ്ങിക്കിടന്ന ജോലികൾ വീണ്ടും പൂർവാധികം ഭംഗിയായി മുന്നോട്ട് പോകാനുള്ള അവസ്ഥ, അതുപോലെ തന്നെ ഉദരസംബന്ധമായ രോഗമോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിനൊരാശ്വാസം, ഇതെല്ലാം വരുന്നതാണ്. പൊതുവേ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ 5 ദിവസങ്ങളിൽ സാമ്പത്തിക നേട്ടം, രോഗങ്ങളിൽ നിന്ന് മുക്തി, കടബാധ്യതയിൽ നിന്ന് മോചനം, യാത്ര കൊണ്ട് ഗുണം, ഇതെല്ലാം കാണും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, 2, 3 ഗുണമുള്ള ദിവസങ്ങളാണ്. പ്രത്യേകിച്ചും 1 ഉച്ചയ്ക്ക് ശേഷം മുതൽ. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2-ാമത്തെ അര, തിരുവാതിര പുണർതത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ആഴ്ചയുടെ തുടക്കത്തെ 2 ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ ആഴ്ചയിലെ ചില മോശം അവസ്ഥകൾ മാറി കുറച്ചുകൂടി മനസ്സിന് ശുഷ്കാന്തിയും ഊർജ്ജവും ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. വീട്ടിൽ നിന്ന് ചിലപ്പോൾ മാറി നിൽക്കാനുള്ള ഒരു അവസരം കാണുന്നുണ്ട്. ത്വക്ക് സംബന്ധമായ അലർജിയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. പുതിയ വാഹനം വാങ്ങുന്നതായി കാണുന്നു, അല്ലെങ്കിൽ പുതിയ വാഹനത്തിൽ സഞ്ചരിക്കുന്നതായിട്ടോ പഴയ വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ മാറ്റുന്നതായിട്ടോ കാണുന്നു. മാതാവുമൊത്ത് സഞ്ചരിക്കുന്ന കാര്യത്തിലും വലിയ ദോഷമൊന്നും കാണുന്നില്ല. മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ആശ്വാസം കിട്ടുന്നതായി കാണുന്നു. യാത്ര ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഉപാസനാമൂർത്തിയുടെ അല്ലെങ്കിൽ കുടുംബ ഭരദേവതയുടെ അമ്പലത്തിലൊക്കെ പോകുന്നതായി കാണുന്നു സകുടുംബം. അതുകൊണ്ട് പൊതുവെ വീട്ടിലൊരു ഉല്ലാസവും മനസ്സിന് സന്തോഷവും ആശ്വാസവും ഒക്കെ ഉള്ള ഒരു വാരമാണ്. ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഇവരെ സംബന്ധിച്ചിടത്തോളം തൊണ്ട, അതുപോലെ തന്നെ തോളൽ ഭാഗങ്ങളിലൊക്കെ ചെറിയ അസ്വാരസ്യങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള അവശതയോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പൊതുവെ സാമ്പത്തികമായ നേട്ടത്തിൽ വലിയ ദോഷമൊന്നും കാണുന്നില്ല. മാതാവിൻ്റെ ഭാഗത്തു നിന്നോ കുടുംബത്തിൽ നിന്നോ ഒക്കെ സാമ്പത്തികമായ നേട്ടമോ മറ്റു സഹകരണമോ ലഭിക്കുന്നതായി കാണുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ചില മേലധികാരികളുമായിട്ട് ചിലപ്പോൾ ചെറിയ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കണ്ണിന് എന്തെങ്കിലും അസുഖം വരാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ പിതാവിന് ചെറിയ ശാരീരികമായ അവശത ഉണ്ടാകാനുള്ള സാധ്യതയോ കാണുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ തങ്ങളുടെ ചില ഇഷ്ടങ്ങൾ ചിലപ്പോൾ മേലധികാരികൾക്ക് പിടിച്ചില്ല എന്ന് വരാം. അത്തരം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒടുവിൽ ഈ നക്ഷത്രക്കാർ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അവരുടെ തീരുമാനങ്ങളിൽ വിജയം വരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 28, 29 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർതത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ പ്രത്യേകിച്ചും ചൊവ്വാഴ്ച മുതൽ മധ്യഭാഗം വളരെ ഗുണമാണ്. 3 ദിവസങ്ങൾ ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങൾ ഇവർക്ക് പൊതുവേ ഗുണകരമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറേ കാലമായി ഇവരെ അലട്ടിയിരുന്ന ചില കടബാധ്യതകളിൽ നിന്ന് താൽക്കാലികമായ മോചനമെങ്കിലും ലഭിക്കുന്നു. ശത്രു എന്ന മട്ടിൽ നമ്മെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരുന്ന ഈ നക്ഷത്രക്കാരെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരുന്നവർ അതിന് ഒരു നിയന്ത്രണം വരുത്തുന്നതായും കാണുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ അവർ എല്ലാം പറഞ്ഞ് സമാധാനമായ ഒരു പാതയിലൂടെ സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തടസ്സങ്ങൾ, ജോലിസ്ഥലത്തെ തടസ്സങ്ങൾ, അതുപോലെ തന്നെ കടബാധ്യതയുടെ പ്രശ്നങ്ങൾ ഒക്കെ മാറുന്നു. പകുതി മനസ്സിന് ആശ്വാസം കിട്ടുമ്പോൾ ശരീരത്തിൻ്റെ രോഗാവസ്ഥയ്ക്കും ഒരു മുക്തി ലഭിക്കുന്നു ഇവർക്ക്. അപ്പോൾ രോഗമുക്തിയും ഈ ആഴ്ചയിൽ പ്രതീക്ഷിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, തങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോയിരുന്ന പണം മറ്റുള്ളവർ തിരിച്ചു തരാനുള്ള ഒരു ആഴ്ച കൂടിയാണിത്. നഷ്ടപ്പെട്ടു പോയ വസ്തു വേണമെങ്കിലും തിരികെ കിട്ടാം. അതുകൊണ്ട് പൊതുവേ ഈ ആഴ്ച ഇവർക്ക് ഗുണകരമാണ്. സാമ്പത്തികമായും പ്രവർത്തനപരമായും ഒക്കെ ഗുണം. പൊതുവേ ജീവിതത്തിൽ ഉല്ലാസവും സന്തോഷവും ഒക്കെ നിറയുന്ന ഒരു അവസരം കാണുന്നുണ്ട്. ജീവിത പങ്കാളിക്ക് ചെറിയ തോതിലുള്ള അസുഖം, പ്രത്യേകിച്ച് കണ്ണ് സംബന്ധമായോ മുഖത്തോ പല്ലിനോ എന്തെങ്കിലും അസുഖമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 30, 31, 1 ഉച്ചവരെയും ഗുണമുള്ള ദിവസങ്ങളാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. കണ്ടകശനിയുടെയും അഷ്ടമ രാഹുവിൻ്റെയും 2-ൽ നിൽക്കുന്ന കേതുവിൻ്റെയും ദോഷങ്ങൾ ചിന്തിച്ചുകൊണ്ട് വേണം പൊതുവെ എല്ലാം പറയാൻ. 5-ലാണ് ചൊവ്വ നിൽക്കുന്നത്. ശുക്രൻ്റെ കൂടെ 5-ൽ നിൽക്കുമ്പോൾ സന്താനങ്ങൾക്ക്, പ്രത്യേകിച്ചും പെൺമക്കൾക്ക് ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നു.
അവരുടെ ചില പ്രത്യേക പീരീഡുകളിൽ അവർക്കുണ്ടാകുന്ന ചില അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ അല്പം കോംപ്ലിക്കേറ്റഡ് ആകാനുള്ളൊരു സാധ്യത ഈ ആഴ്ച കാണുന്നുണ്ട്. അതുപോലെ ചൊവ്വയും ശുക്രനും ഒരുമിച്ച് നിൽക്കുമ്പോൾ അപവാദങ്ങൾക്ക് വിധേയമാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നക്ഷത്രക്കാരനിലും അവർ ഉണ്ടാകാനുള്ള സാധ്യത, ചെയ്യാത്ത കാര്യങ്ങൾ ഏറ്റുപിടിക്കേണ്ടി വരുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അത് അഷ്ടമത്തിലെ രാഹുവിൻ്റെ സാന്നിധ്യം കൊണ്ടും അതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. സംശയദൃഷ്ടിയോടുകൂടി തങ്ങളെ മറ്റുള്ളവർ കാണുക. അതുപോലെ ജെനിറ്റൽ ഓർഗൻസ്, ലോവർ അബ്ഡമൻ, ഈ ഭാഗങ്ങളിൽ ഇച്ചിങ് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലെ ത്വക്കിന് പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നു. ധാരാളം വെള്ളം കുടിക്കണം. രാഹു ആകുമ്പോൾ ഇൻഫെക്ഷൻ ഉള്ളിലും ഉണ്ടാകാം. അതുകൊണ്ട് യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു. പൊതുവെ സന്താനങ്ങളുടെ ഉപരിപഠന സംബന്ധമായ കാര്യങ്ങളിൽ വളരെ ഗുണം കാണുന്നുണ്ട്. സാഹസികമായി പോലും അത്തരം കാര്യങ്ങൾ, അതായത് തങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രതിബന്ധങ്ങൾ വന്ന് മനസ്സും മടുത്തു നിൽക്കുന്നൊരവസരം കാണുന്നില്ല. ഇത്തരം അവസ്ഥകളിൽ അവർ സ്വാഭാവികമായി ഫൈറ്റ് ചെയ്ത് നേടുന്ന ഒരു കാര്യമാണ് കാണുന്നത്, പ്രത്യേകിച്ചും ഉന്നത പഠനവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ. അതുകൊണ്ട് തന്നെ പൊതുവെ ഈ ആഴ്ചയിൽ സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വീര്യത്തോടു കൂടിയുള്ള വിജയവുമൊക്കെ ചിങ്ങക്കൂറിലെ നക്ഷത്രക്കാർക്ക് കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 28, 29, 1-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 2, 3 പൊതുവെ ഗുണകരമാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമ വ്യാഴത്തിൻ്റെ ദോഷം തന്നെയാണ് കഴിഞ്ഞ കുറേ കാലമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനമാണ്. വ്യാഴം ഏറ്റവും കൂടുതൽ ഈശ്വരാധീനമുള്ള ഒരു പ്ലാനറ്റായിട്ടാണ് സങ്കല്പം. അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം കുറഞ്ഞിരിക്കുന്ന സമയം, അല്ലെങ്കിൽ ഭാഗ്യക്കേടിൻ്റെ സമയം എന്ന് ചിന്തിക്കണം. മാത്രമല്ല 7-ലെ രാഹുവും ജന്മത്തിൽ നിൽക്കുന്ന കേതുവും ഒക്കെ തന്നെ കുടുംബാന്തരീക്ഷത്തിലും സുഹൃത്തുക്കളുമൊത്തുള്ള പ്രവർത്തനങ്ങളിലും സമൂഹമധ്യത്തിലെ ഇടപെടലുകളിലുമൊക്കെ തെറ്റിദ്ധാരണകൾ വരുത്തുകയോ അല്ലെങ്കിൽ അങ്കലാപ്പോ ആശങ്കയോ ഉണ്ടാക്കുകയോ ചെയ്യാം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ഈ ആഴ്ച ചിന്തിക്കുമ്പോൾ ഇവർക്ക് ആഴ്ചയുടെ ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസം താരതമ്യേന ഗുണമായിട്ട് കാണുന്നു. ചന്ദ്രൻ്റെ നിലപാട് 11-ാം ഭാവാധിപൻ കൂടി ആയതുകൊണ്ട് സാമ്പത്തികമായ നേട്ടം പ്രധാനമായും ചിന്തിക്കണം ഈ 3 ദിവസങ്ങളിൽ. അതുപോലെ പ്രവർത്തനങ്ങളിലും വലിയ വിജയം ഈ 3 ദിവസങ്ങളിൽ കാണുന്നു. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെയും നടക്കണം. പൊതുവെ മനസ്സിനും ശരീരത്തിനും ശുഷ്കാന്തി കിട്ടുന്നതുകൊണ്ട് ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു മാറ്റം പോസിറ്റീവായി നമുക്ക് അനുഭവപ്പെടും ഈ നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് പൊതുവെ ഗുണം തന്നെയാണ് ഈ ആഴ്ച എന്ന് പറയാം. എന്നാൽ ആഴ്ചയുടെ തുടക്ക 2 ദിവസങ്ങളിൽ ചെറിയ ചില കടബാധ്യതയുടെയോ അല്ലെങ്കിൽ സാമ്പത്തികമായ അധിക ചിലവിൻ്റെയോ, ഒരുപക്ഷെ ആ ദിവസങ്ങളിൽ വരുമാനത്തിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം ചിലവ് അധികമെന്ന് പറയുന്നത്. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഗുണമായിട്ട് കാണുന്നു. ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങൾ വളരെ ഗുണമാണ്. വെള്ളിയും ശനിയും ഒന്ന് ശ്രദ്ധിക്കുക. തങ്ങളുടെ വാക്കുകൾ കൊണ്ട് തന്നെ ചിലപ്പോൾ ചില അസ്വാരസ്യങ്ങളും ചില കലഹങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. യാത്ര ഈ അവസാനത്തെ 2 ദിവസങ്ങൾ മാറ്റിവെക്കുന്നതാണ് നല്ലത്. ആഴ്ചയുടെ മധ്യഭാഗത്ത് യാത്ര വളരെ ഗുണകരമായിട്ട് കാണുകയും ചെയ്യുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 30, 31, 1 ഉച്ചവരെയും ഗുണമുള്ള ദിവസങ്ങളാണ്. തുലാക്കൂർ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2-ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം അനുകൂലമായി നിൽക്കുന്നു. ശനിയും വലിയ ദോഷങ്ങളില്ലാതെ നിൽക്കുന്നു. രാഹു അനുകൂലമാണ്. കേതു മാത്രമാണ് ചിലവൽപ്പം കൂട്ടുകയോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി തലയിട്ട് മാനക്കേടുണ്ടാക്കുകയോ ചെയ്യുന്ന ഒരു ഗ്രഹം 12-ൽ നിൽക്കുന്ന കേതുവാണ്. അതുകൊണ്ട് ആ ഒരു അവസ്ഥ മാത്രമാണ് ചിന്തിക്കേണ്ടത്. ചന്ദ്രൻ്റെ നില ഇവർക്ക് ആദ്യത്തെ 2 ദിവസങ്ങൾ വളരെ ഗുണം ചെയ്യുന്നു. അവസാനത്തെ 3 ദിവസങ്ങളും സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും യാത്രാഗുണവും ബന്ധുമിത്രാദികളും ഒത്തു സഹവസിക്കലും എല്ലാം ഗുണകരമായിട്ട് കാണുന്നു. 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ സഹോദരങ്ങളുമൊത്തുള്ള പ്രവർത്തനങ്ങളിൽ നല്ല ഗുണം കാണുന്നു. എന്നാൽ സഹോദരങ്ങൾക്ക് താരതമ്യേന ചെറിയ ചില അസുഖങ്ങളോ അവശതകളോ സാമ്പത്തികമായ വൈഷമ്യങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. യാത്ര വളരെ ഗുണകരമായിട്ട് കാണുന്നു. പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ ഇവരുടെ പ്രവർത്തന മേഖലയെ കൂടുതൽ ദീപ്തമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പൊതുവെ ഗുണകരം. എന്നാൽ ശുക്രൻ്റെ ചില നിലകൾ, ചില സമ്മാനങ്ങൾ ലഭിക്കും എന്ന് പറഞ്ഞിരുന്നത് വാഗ്ദാനം ലഭിച്ചത് ചിലപ്പോൾ നടക്കാതെ പോയേക്കാം. എന്നാലും സാമ്പത്തികമായിട്ട് ദോഷമൊന്നും കാണുന്നില്ല. തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 28, 29, 1-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 2, 3 ദിവസങ്ങൾ നല്ലതാണ്. വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങളെന്ന് പറയുന്നത് വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും കണ്ടകശനിയുടെയും 6-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെയും ദോഷാവസ്ഥകൾ ഉണ്ട്. 5-ലെ രാഹു ബുദ്ധിപരമായി കുറേ ഗുണം കൊടുക്കുമെങ്കിലും ഭാഗ്യത്തിന് ചെറിയ ചില കുറവുകൾ വരുത്തും. എന്നാൽ 11-ലെ കേതു സാമ്പത്തികമായ നേട്ടം, പ്രത്യേകിച്ച് വിദേശത്തു നിന്നുള്ള വരുമാനം, വിദേശത്തുള്ള ബിസിനസ്, വിദേശവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ ഗുണകരമായിട്ട് കാണുന്നു. ഇതിൽ നിന്ന് സാമ്പത്തിക നേട്ടവും കാണുന്നു, പ്രവർത്തന വിജയവും കാണുന്നു. 2-ലെ ശുക്രൻ ഇവരുടെ വാക്കുകളെയും ഇവരുടെ പ്രവൃത്തികളെയും
മറ്റുള്ളവർ നല്ല രീതിയിൽ വിലയിരുത്തുന്നതായിട്ട് കാണുന്നു. മാത്രമല്ല പ്രവർത്തനത്തിൽ ഇവർക്ക് അങ്ങേയറ്റം പ്രാവീണ്യവും ഇപ്പോൾ ലഭിക്കുന്ന ഒരാഴ്ചയാണ്. എന്നാൽ 2-ലെ ചൊവ്വ ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും അഹങ്കരിക്കരുതെന്നും വാക്കുകൾ ധാർഷ്ട്യതയോടുകൂടി പുറത്തുവിടരുതെന്നും പറയുന്നു. എങ്കിൽ ചിലപ്പോൾ ചില കലഹങ്ങളും പ്രശ്നങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഇതേ വ്യക്തികൾക്ക് തന്നെ ഉണ്ടാവാം, ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ശക്തി അല്ലെങ്കിൽ കഴിവ് എന്ന് പറയുന്നത് ഈശ്വരൻ തന്ന ദാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങേയറ്റം വിനയത്തോടു കൂടി തന്നെ പ്രവർത്തനങ്ങളിൽ തുടരുക. അത് തീർച്ചയായിട്ടും അവർക്ക് ഗുണത്തെ കൊടുക്കും. സാമ്പത്തികമായി ഈ ആഴ്ച ഒട്ടും മോശമൊന്നും കാണുന്നില്ല. ഇവരുടെ പ്രവർത്തനങ്ങൾ വളരെ നന്നായി പോകുന്നതായിട്ടാണ് കാണുന്നത്. ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ പ്രവർത്തനപരമായി 28, 29, 30, 31, 1 ഉച്ചവരെ ഗുണമാണ്. ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ സാമ്പത്തികമായി ചില അധിക ചെലവ് കാണുന്നു. ദൂരയാത്ര പോകുമെന്നും കാണുന്നു. ചില വൈഷമ്യങ്ങൾ അപ്പോൾ ഉണ്ടായേക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഗുണകരമായ രീതിയിലാണ് വ്യാഴത്തിൻ്റെയും ശനിയുടെയും നില. എന്നാൽ രാഹു 4-ൽ നിൽക്കുന്നത് കുടുംബത്തിലും രാഹുവിൻ്റെ ദൃഷ്ടി 10-ാം ഭാവത്തിലേക്കും അവിടെ കേതു നിൽക്കുന്നത് കൊണ്ടും കർമ്മരംഗത്തും കാണാം. എത്ര മനസാന്നിധ്യമുണ്ടെങ്കിലും പ്രവർത്തന മേഖലയിൽ ഒരല്പം അനിഷ്ടം ഇവർക്കുണ്ടായേക്കാം. തങ്ങൾ ജോലിസ്ഥലത്ത് പോകാൻ എന്തെങ്കിലും ചില വിമിഷ്ടങ്ങൾ ഉണ്ടാകാം. അവിടുത്തെ നെഗറ്റീവ് പ്രസൻസ് ആവാം. അതായത് ഈ നക്ഷത്രക്കാർ മനസ്സിൽ സങ്കല്പിക്കാത്ത തരത്തിൽ പ്രതികൂലമായ ചില അന്തരീക്ഷം അവരുടെ ജോലിസ്ഥലത്തുണ്ടാകാം. അത് ചിലപ്പോൾ മേലധികാരിയിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ ഒക്കെ ആകാം. ഇതിനെ അതിജീവിക്കാനുള്ളൊരു മനസ്സ് ആഴ്ചയുടെ അവസാനത്തെ 4 ദിവസങ്ങളിലും കാണുന്നുണ്ട് ഈ ആഴ്ച. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി മനസ്സർപ്പിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. സാമ്പത്തികമായ നേട്ടവും കാണുന്നു. ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള അപവാദത്തിന് വിധേയയാവാനോ സാധ്യതയുണ്ട്. ശാരീരികമായി വേണമെങ്കിൽ പോലും ചെറിയ ചില മുറിവോ അവസ്ഥകളോ ഒക്കെ ഉണ്ടാവാം. എന്നാൽ ശുക്രൻ്റെയും ബുധൻ്റെയും ജന്മത്തിലെ നില ഇവരെ കാത്തുരക്ഷിക്കും. ശ്രീകൃഷ്ണ ഭഗവാന്റെയും ദേവിയുടെയും അനുഗ്രഹം ഇവർക്കുണ്ടാകുമെന്ന് തന്നെ കാണുന്നു. കൃത്യമായി ശരവണ ഭഗവാനെ വിളിച്ചാൽ മറ്റുള്ളവരുടെ ശത്രുതാ മനോഭാവത്തിൽ നിന്നുണ്ടാകുന്ന ദൃഷ്ടിദോഷങ്ങളോ അല്ലെങ്കിൽ അല്ലാതെ ഉണ്ടാകുന്ന ശാരീരിക അവശതകളോ മറികടക്കാനും സാധിക്കും. അതുകൊണ്ട് ഈ ആഴ്ച താരതമ്യേന ഗുണകരമായിട്ട് വേണം ചിന്തിക്കാൻ. ശ്രദ്ധിക്കേണ്ടത് കർമ്മരംഗത്ത് തങ്ങൾക്കുണ്ടാകുന്ന പാരകളെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 30, 31, 1, 2, 3 ഗുണമുള്ള ദിവസങ്ങളാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഗുണകരമായ ഒരു അവസ്ഥ ഈ ആഴ്ചയിലെ അവസാനത്തെ 2 ദിവസങ്ങളെ കാണുന്നുള്ളൂ. ശുക്രൻ 12-ൽ നിൽക്കുന്നു. 12-ലെ ശുക്രൻ പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുന്നു എന്നുണ്ടെങ്കിലും അവസാന നിമിഷം ഒറ്റപ്പെടുത്തും. അത് ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും ശരി, അങ്ങനൊരു വിധി കാണുന്നുണ്ട്. ഒപ്പം ചൊവ്വ 12-ൽ നിൽക്കുന്നത് ചെലവ് വർദ്ധിപ്പിക്കുക, ശാരീരികമായ അവശത വരുത്തുക എന്നതാണ്. അതുകൊണ്ട് ഭാരമുള്ള വസ്തുക്കൾ, വളരെ മൂർച്ചയുള്ള വസ്തുക്കൾ, ഇരുമ്പ് മുതലായവയൊക്കെ എടുത്ത് പ്രയോഗിക്കുന്ന അവസരമുണ്ടെങ്കിൽ അങ്ങേയറ്റം കരുതലോടുകൂടി ചെയ്യുക. ജിമ്മിലൊക്കെ പോകുന്നവരും അതുപോലെ സാഹസിക കർമ്മം ചെയ്യുന്നവരും ശ്രദ്ധിക്കുക. ബുധൻ്റെ 12-ലെ നില വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ വിജയവും മനസമാധാനവും സംതൃപ്തിയും തരുമെന്ന് കാണിക്കുന്നു. ഒപ്പം ചന്ദ്രൻ ഇവർക്ക് ആഴ്ചയുടെ 2 ദിവസം 8-ലും പിന്നെ 9-ലുമാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഏകദേശം 5 ദിവസങ്ങളോളം ചന്ദ്രൻ്റെ നിലപാടുകൾ ഇവർക്ക് അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല. അവസാനത്തെ 2.5 ദിവസങ്ങളാണ് ഇവർക്ക് ചന്ദ്രൻ്റെ നിലപാട് കൊണ്ട് ഗുണം. അത് പ്രത്യേകിച്ചും കർമ്മരംഗത്ത് അവർ വളരെ സജീവമായി ഇടപെടുകയും സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യുന്നു. ഏത് മേഖലയിൽ ആണ് പ്രവർത്തിക്കുന്നതെങ്കിലും അവസാനത്തെ 2.5 ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ബാക്കി ദിവസങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ 2 ദിവസം ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ തടസ്സമോ മാനസിക വൈഷമ്യമോ ഉണ്ടാകാം. ജലജന്യമായ അസുഖമോ അലർജി അസുഖങ്ങളോ ഉണ്ടാകാം. പിതാവിന് ദോഷം വരാം. ബാക്കി കാര്യങ്ങൾ വളരെ ക്രമത്തിൽ പോവുകയും സാമ്പത്തികമായ നേട്ടം അവസാനത്തെ 3 ദിവസങ്ങളിൽ പ്രവർത്തന വിജയം ഉണ്ടാവുകയും ചെയ്യും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 2, 3 ഗുണമുള്ള ദിവസങ്ങളാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2-ാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ദോഷങ്ങളൊക്കെ അകലാൻ കുറച്ചു കാലം എടുക്കും ഇവർക്ക്. തൽക്കാലം കരകയറി ജസ്റ്റ് നിൽക്കാനുള്ള ചില അവസ്ഥകൾ ആഴ്ചയിലെ നിലപാടുകൾ കൊണ്ട് സാധിക്കും. അതിപ്പോൾ 11-ാം ഭാവത്തിൽ 3 ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ട്. അവസാനത്തെ 2 ദിവസം മാത്രമാണ് ബുധൻ 12-ലേക്ക് വരുന്നത്. അതുകൊണ്ട് ബുധൻ്റെ നിലപാടുകളും ശുക്രൻ്റെ നിലപാടുകളും അതുപോലെ തന്നെ ചൊവ്വ നിൽക്കുന്നതും ഇവർക്ക് സാമ്പത്തികമായി നല്ല നേട്ടത്തെ സമ്മാനിക്കും.
അല്ലാതെ ചന്ദ്രൻ്റെ നിലപാടുകൾ ആദ്യത്തെ 2 ദിവസം കുടുംബത്തിൽ സന്തുഷ്ടിയും സമാധാനവും കാണുന്നു. ജീവിത പങ്കാളിയോടൊത്തും മക്കളോടൊരുമിച്ചും നല്ല അന്തരീക്ഷം, നല്ല സഹവാസം ഇവർക്കുണ്ടാകുന്നതായിട്ട് കാണുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തികമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു ദോഷങ്ങളോ ഈ ദിവസങ്ങളിൽ കാണില്ല എന്ന് തന്നെ ചിന്തിക്കണം. എന്നാൽ ആഴ്ചയുടെ പ്രത്യേകിച്ചും ചൊവ്വ, ബുധൻ, വ്യാഴം ഉച്ചവരെ അല്പം ശ്രദ്ധിക്കണം. ശാരീരികമായ അവശതയാണ് പ്രധാനമായിട്ട് കാണുന്നത്. വീട്ടിൽ ഈ നക്ഷത്രങ്ങളിലെ പുരുഷന്മാർ അവരുടെ സ്ത്രീകളോട് ഇടപഴകുന്ന കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കണം ഈ 3 ദിവസങ്ങളിൽ. പ്രത്യേകിച്ചും മാതാവിനോടും അല്ലെങ്കിൽ ഭാര്യയോട്, അതല്ലെങ്കിൽ സഹോദരിയോടോ മകളോടോ അല്ലെങ്കിൽ സ്ത്രീ സുഹൃത്തിനോടോ ഒക്കെ ഇടപഴകുമ്പോൾ ഈ 3 ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അവരുമായി കലഹമോ പ്രശ്നമോ അവർ പരാതി കൊടുക്കലോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആഴ്ചയുടെ അവസാനത്തെ 2.5 ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടവും ഒക്കെ കാണുന്നുണ്ട്. എന്നാൽ പിതാവിന് ചെറിയ ശാരീരിക അവശത കാണുന്നു. യാത്ര കൊണ്ട് ഗുണമൊക്കെ കാണുന്നുണ്ട്. പിതാവിൻ്റെ ദോഷം ചിലപ്പോൾ യാത്രയ്ക്ക് ഭാഗികമായ തടസ്സവും സൃഷ്ടിച്ചേക്കാം. കുംഭക്കൂറിനെ സംബന്ധിച്ചോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 28, 29 ആണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിലെ രാഹു, 7-ൽ നിൽക്കുന്ന കേതു, 12-ൽ സഞ്ചരിക്കുന്ന ശനി, ഇത് 12-ൽ സഞ്ചരിക്കുന്ന ശനിയുടെ ദോഷവശങ്ങൾ ഇവർക്ക് ഏറ്റു തുടങ്ങിയിട്ടില്ല. അതിനിനിയും സമയമെടുക്കും. എന്നാൽ ഇതേ അവസരത്തിൽ നിന്നുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചന്ദ്രൻ സഞ്ചരിക്കുന്നത് അനിഷ്ട സ്ഥാനങ്ങളിലാണെങ്കിൽ ദോഷങ്ങൾ ഏറിയിരിക്കാം ഈ ആഴ്ച. എന്നാൽ 2-ലെ വ്യാഴത്തിൻ്റെ നില പലപ്പോഴും ഇവരെ അനുഗ്രഹിക്കുന്നുണ്ട്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 10-ാം ഭാവത്തിലേക്കുള്ളതിനാൽ കർമ്മരംഗത്ത് വളരെ ശോഭനീയമായൊരു അവസരം ഈ ആഴ്ചയും കാണുന്നുണ്ട്. പ്രവർത്തന മേഖലയിൽ കൂട്ടായ്മ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരെയും തെറ്റിദ്ധരിക്കുന്ന തരത്തിൽ സംശയാസ്പദമായ കണ്ണിലൂടെ കാണുന്ന തരത്തിലുള്ളൊരു മനസ്സാണ് ഇപ്പോൾ ഉള്ളത്. ശരീരത്തിന് ദുർബലാവസ്ഥയും പിന്തുടരുന്നുണ്ട്. അതുകൊണ്ട് ശാരീരികമായി വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും അവസാനത്തെ 3 ദിവസങ്ങൾ, അതായത് വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങൾ വളരെ മോശമാണ് ആരോഗ്യ സംബന്ധമായിട്ട്. എന്നാൽ ആഴ്ചയുടെ ആദ്യത്തെ 4 ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും കടബാധ്യതയിൽ നിന്ന് മോചനവും ശാരീരികമായ ഒരു ഉണർവുമൊക്കെ ആദ്യത്തെ 4-5 ദിവസങ്ങളുണ്ട്. അവസാനത്തെ 3 ദിവസങ്ങൾ മഹാമോശവുമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 28, 29, 30, 31, 1-ാം തീയതി ഉച്ചവരെയും ഗുണമുള്ള ദിവസങ്ങളാണ്. ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കുക. ശനിയാഴ്ച ദിവസം വ്രതശുദ്ധി, കറുത്ത വസ്ത്രം ധരിക്കുക. വ്രതശുദ്ധി എന്ന് പറയുമ്പോൾ നോൺ വെജിറ്റേറിയൻ ആഹാരമൊന്നും കഴിക്കരുത്. അതുപോലെ തന്നെ മിതമായ ആഹാരം കഴിക്കുക. ഏറ്റവും ലളിത ജീവിതം, വെറും നിലത്ത് കിടക്കുക. 7 ശനി സമയത്തും കണ്ടകശനി സമയത്തും ജന്മശനി സമയത്തും എന്നാണ് പറയുക. സ്വന്തം പിതാവിനെ ആരെങ്കിലും ചീത്ത വിളിച്ചുകൊണ്ട് എതിരിടാൻ വന്നാൽ പോലും തലകുനിച്ച് നിൽക്കുക വിധേയനായി. കാരണം നമ്മുടെ ഭാഗത്ത് ഈ അവസ്ഥയിലുള്ളവരുടെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിലും ഈശ്വരാധീനം ഉണ്ടാവണമെന്നില്ല. അത് ശനിയെ അത്രമാത്രം വിനയാന്വിതനായി ജീവിക്കണമെന്നാണ് പറയുന്നത്. അഹങ്കാരം ഒട്ടും ക്ഷമിക്കില്ല ശനി. അതുകൊണ്ട് ശനിയുടെ മോശാവസ്ഥകളിൽ അങ്ങേയറ്റം വിനയാന്വിതനായി ജീവിക്കുക. തങ്ങളുടെ മാത്രം കർമ്മം ചെയ്ത് ഒതുങ്ങി നിൽക്കുക, പ്രാർത്ഥിക്കുക. ഓം നാഗായ നമ എന്ന് ജപിക്കുക. നാഗദോഷം ഉണ്ടെങ്കിൽ 100 പാലും കൊടുക്കുക. മഹാഗണപതിയെ പ്രാർത്ഥിക്കുക. ഓം ശ്രീ മഹാഗണപതയെ നമ എന്ന കേതുദോഷത്തിനും ഓം നമോ നാരായണ എന്ന വ്യാഴദോഷത്തിനും ജപിക്കുക. ജപമാണ് കലിയുഗത്തിൽ പരമപ്രധാനം. അത് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരാഴ്ച ആവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്തയാഴ്ച. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.